സിപിഎമ്മിനും പിണറായി വിജയനും അന്തകനായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് ഉരുകുകയാണ് ഇപ്പോൾ സിപിഎം. അതിന് കാരണം എതിർ സ്ഥാനാർത്ഥി ബിജെപിയിൽ നിന്ന് ആരാണോ എന്നത് തീരുമാനിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ്. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരു ജനകീയ മുഖമുണ്ട്. ആ ജനകീയ മുഖം വെച്ച് കേരളത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് ബിജെപിയുടെ നീക്കം. അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറയുന്നത് ആരാണോ അവരാണ് സ്ഥാനാർത്ഥിയെന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കിയെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്റെ അനുയായിയായിട്ട് അല്ലെങ്കിൽ തന്റെ വലങ്കയായിട്ട് ഒരാളെ നിശ്ചയിക്കാനായിരിക്കും സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ നേരിട്ട് പ്രചാരണത്തിനിറങ്ങും. ഇത് സിപിഎമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നതാണ് ഇപ്പോൾ സിപിഎമ്മിനെ വലയ്ക്കുന്നത്. തൃശൂരിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ ചേലക്കരയിൽ സംഭവിക്കുമോ എന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വേവലാതി. സിപിഎമ്മിന് കീറാമുട്ടിയാകുകയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം. ജനപ്രിയ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കളി മാറുമെന്ന് പാർട്ടിക്കറിയാം. തിരുത്തൽ നടപടികൾ എത്ര കണ്ട് വിജയിക്കുമെന്നതിന്റെ പരീക്ഷണശാല കൂടിയാണ് സിപിഎമ്മിന് ചേലക്കര. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് കളത്തിലെത്തുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് പിടിക്കാൻ അരയും തലയും മുറുക്കി ബിജെപിയും രംഗത്തുണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേലക്കരയിൽ നേരിട്ടെത്തുന്നതോടെയാണ് സിപിഎമ്മിന് അടിപതറുന്നത്. സിപിഎമ്മിന്റെ ഉറച്ച സീറ്റിൽ അട്ടിമറി ജയം നേടാൻ കോൺഗ്രസിനായാൽ ഇടതുപക്ഷത്തെ അത് വലിയ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് ചേലക്കരയിലെ വിജയം സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കും അനിവാര്യമാണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനൊപ്പമാകും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതോടൊപ്പം പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ സിപിഎമ്മിന്റെ ജീവൻ മരണ പോരാട്ടം ചേലക്കരയിലാണ്. AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി ചേലക്കരയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. വയനാട് മത്സരിക്കാനെത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പ്രഭാവം ചേലക്കരയിലും ചലനമുണ്ടാക്കുമെന്ന ആശങ്ക സിപിഎമ്മിൽ സജീവമാണ്. MP ആയതോടെ K രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ രാജിവെച്ചതോടെയാണ് പാലക്കാട് ഒഴിവ് വന്നത്. രാഹുൽ ഗാന്ധിയുടെ രാജിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് അനിവാര്യമാക്കിയത്. ഈ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടങ്ങളിൽ തോറ്റാൽ എന്തെങ്കിലും പറഞ്ഞ് സിപിഎമ്മിന് പിടിച്ചു നിൽക്കാം. എന്നാൽ ചേലക്കരയിൽ സ്ഥിതി അതല്ല. സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ സിപിഎമ്മിന്റെ സംഘടനാപരമായ വീഴ്ചയായി അത് വിലയിരുത്തപ്പെടും. അതുകൊണ്ട് എല്ലാ കരുതലോടെയുമാണ് ചേലക്കരയിലെ പോരാട്ടം. പട്ടികജാതി സംവരണ മണ്ഡലമായ ചേലക്കരയിൽ 1996 മുതൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്തൊഴികെ K രാധാകൃഷ്ണനായിരുന്നു MLA. 2016-21 കാലത്ത് ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അതുകൊണ്ട് ചേലക്കരയിൽ പ്രദീപിനെ വീണ്ടും മത്സരിപ്പിക്കാനും സാധ്യതയേറെയാണ്. K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചാൽ പ്രദീപായിരിക്കും അടുത്ത സ്ഥാനാർത്ഥിയെന്ന് അണികൾക്കിടയിൽ ചർച്ചയും ഉണ്ടായിരുന്നു. PK ബിജു LDF സ്ഥാനാർത്ഥിയായിരുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് 23,695 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ LDFനാണ് ചേലക്കരയിൽ ലീഡ്. അതേസമയം ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് ചേലക്കരയിൽ ജയിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് ഒരു വഴിക്കൂടെ ചേലക്കര പിടിക്കാൻ നോക്കുന്നു. ബിജെപി സുരേഷ് ഗോപിയുടെ മുഖം കാണിച്ച് ചേലക്കര പിടിക്കാൻ നോക്കുന്നു. സിപിഎമ്മിനാകട്ടെ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. എന്തായാലും ചേലക്കരയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നത് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.